സിദ്ധു വരുമെന്ന് ചന്ദ്രദാസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് അയാളുടെ മുഖത്തു നിന്ന് മനസ്സിലായി. അച്ഛനെ കണ്ടപ്പോൾ സച്ചു ഒരുപാട് സന്തോഷിച്ചു. എങ്കിലും സിദ്ധുവിനോടുള്ള അകൽച്ച കണ്ട് എന്തുകൊണ്ടോ അവൾക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തോന്നിയില്ല. ദീക്ഷിത്തിന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും ചന്ദ്രദാസ് അവരെ അകത്തേക്ക് വിളിച്ചു. വന്ന വഴി നിൽക്കാതെ ഇരിക്കളിയാ, ദച്ചുകൂടി പറഞ്ഞതും സിദ്ധു എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചിട്ട് സോഫയിലിരുന്നു. കൂടെ തന്നെ വിച്ചുവും സച്ചുവും. അവൾക്കെന്തോ സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെ പോലെ ഇരുന്നപ്പോൾ നല്ല വിഷമം തോന്നിയെങ്കിലും അത് മാറാൻ തന്നെ ചേർത്ത് പിടിച്ച കൈകൾ തന്നെ ധാരാളമായിരുന്നു. ഇപ്പൊ കോളം തികഞ്ഞു. ഇനി എങ്ങനെയാണ് അച്ഛാ കാര്യങ്ങൾ? 6 മാസം കഴിഞ്ഞ് കല്യാണം. അതുവരെ നിനക്ക് വേണമെങ്കിൽ മോതിരമിടാം. തീരുമാനം നിന്റെയാണ്. മോതിരമിടലൊന്നും വേണ്ട. ഇത്ര നാളും അതിൻ്റെ ഒന്നും ബലത്തിലല്ലല്ലോ പ്രേമിച്ചത്. പിന്നെ ഇനി എന്നേക്കാൾ നല്ല ഏതെങ്കിലും ആലോചന വരുമ്പോൾ അത് നടത്താമെന്ന് അച്ഛനും മോനും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉള്ള കാര്യം ഇപ്പോഴേ പറയാം. അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുപോകും. കുറച്ചുകൂടി മാന്യമായി പറഞ്ഞ ഞങ്ങൾ മതിൽ ചാടും. അതുകൊണ്ട് ആ പരിപാടിയൊന്നും വേണ്ട കേട്ടോ. നീ എന്താ ദീക്ഷിത് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. കല്യാണം എവിടെ വെച്ച് നടത്താനാണ് പ്രതാപ? ചന്ദ്രനായിരുന്നു അത് ചോദിച്ചത്. കല്യാണം നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം ചേട്ടാ. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് മംഗലത്ത് ഓഡിറ്റോറിയം അല്ലേ? വൈകാതെ ഞാൻ തന്നെ പോയി ഹാള് ബുക്ക് ചെയ്യാം. സൗകര്യങ്ങൾക്കൊക്കെ മികച്ചതാണ്. പക്ഷെ വാടകയാണ് കൂടുതൽ. വാടക കൂടുതലെന്ന് കേട്ടതും സാക്ഷി നോക്കിയത് സിദ്ധുവിനെയാണ്. അവൾ നോക്കുന്നത് കണ്ട് അവൻ സച്ചുവിനെ ഭംഗിയായി ചിരിച്ചു കാണിച്ചു. ഇങ്ങനെ നോക്കേണ്ട ഭാര്യ, എല്ലാ സൗകര്യങ്ങളുമുള്ള ഓഡിറ്റോറിയമാണ്. അപ്പോൾ പിന്നെ ഫ്രീ ആയി ഒന്നും നടത്താൻ പറ്റില്ല. പിന്നെ ലാഭത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് എല്ലാ വർഷവും കുറച്ച് പെൺകുട്ടിയുടെ കല്യാണം അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാറുണ്ട്. സ്വകാര്യമായി സിദ്ധു സച്ചുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. നീ ചോദിച്ചില്ല എങ്കിലും എൻ്റെ ആരോഗ്യം ഞാൻ തന്നെ നോക്കണമല്ലോ. സച്ചുവിൻ്റെ അമ്മയും ആയുഷിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെല്ലാൻ സാക്ഷിക്ക് തോന്നിയെങ്കിലും സിദ്ധുവിനെ കണ്ടപ്പോൾ അവൾ ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. അത് മനസ്സിലാക്കിയെന്ന പോലെ അവൻ അവളോട് പറഞ്ഞു. അമ്മയോട് പോയി സംസാരിച്ചോ. എത്രയൊക്കെ പറഞ്ഞാലും നിന്നെ വളർത്തിയത് അവരാണ്. ഇപ്പോൾ ഉള്ളത് എന്നോടുള്ള ദേഷ്യമാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും. നീ പോയി സംസാരിക്കുക. സിദ്ധുവിന് അവിടെ ഇരിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. എങ്കിലും ദീക്ഷിത്തിനെ ഓർത്ത് മാത്രമാണ് അവിടെ ഇരുന്നത്. വിച്ചു ആണെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ച് കാര്യമായി സിനിമ കാണുന്നു. മുഖം കണ്ടാൽ അറിയാം ഇവിടെ കൊണ്ടുവന്നതിലുള്ള ദേഷ്യം. സാക്ഷിക്ക് ഇവിടുത്തെ സ്വത്തുക്കളൊന്നും വേണ്ട എന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞതല്ലേ. എങ്കിൽ പിന്നെ എല്ലാം ചന്ദ്രനങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഫോർമാലിറ്റീസ് നോക്കിക്കോട്ടെ ഞങ്ങൾ. പെട്ടെന്നാണ് ആയുഷ് അത് പറഞ്ഞത്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? അവൾക്ക് വേണ്ട എന്ന് സച്ചു അല്ലല്ലോ പറഞ്ഞത്, ഞാനല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനൊന്നും സമ്മതിക്കില്ല എന്ന്. എന്തൊക്കെയായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞത്? എൻ്റെ ഭാര്യയുടെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അവൾക്കുള്ളത് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്യാം. എന്നിട്ടിപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഇവനൊക്കെ തനി സ്വഭാവം എടുത്തു. കോടികൾ വരുന്ന സ്വത്തുക്കൾ വേണ്ട എന്ന് വെക്കാൻ ഇവൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. നമ്മുടെ കൊച്ചിനെ കറക്കിയെടുത്തിട്ട് അവളെ കൊണ്ട് അവൻ്റെ വീട്ടിലെ പണി മുഴുവൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ലേ? ആയുഷിൻ്റെ അമ്മ സിദ്ധു പറഞ്ഞത് കേട്ട് നിന്ന് കത്തിക്കയറി. ഓ കൂൾ ഡൗൺ ആൻറ്റി, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ആൻറ്റി എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്? നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. സച്ചുവിൻ്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതലല്ലേ? അങ്കിൾ സ്വന്തം മോളുടെ പേരിൽ എഴുതി വെച്ചതല്ലേ തിരിച്ചു ചോദിക്കുന്നത്? പിന്നെ ആയുഷ് സാറ് അത് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറയാഞ്ഞത് എൻ്റെ കോളേജിലെ അധ്യാപകനായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്കിൾ, ഞാൻ ചോദിച്ചത് കാര്യമായി തന്നെയാണ്. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്തിനാ? അതുമോനെ, ഇപ്പോൾ ബിസിനസ്സും അല്ലാതെ ഡൗൺ ആണ്. സാക്ഷിയുടെ പേരിൽ സിറ്റിയിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അത് വിറ്റാൽ തൽക്കാലത്തേക്കുള്ള പണം കിട്ടും. പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ. ഒരു സംശയം ചോദിക്കട്ടെ അങ്കിൾ? സച്ചുവിനുള്ളതുപോലെ തന്നെ ദച്ചു ചേട്ടനുമില്ലേ? പിന്നെ സച്ചുവിൻ്റെ മാത്രം വിൽക്കാൻ തീരുമാനിച്ചതെന്താ? ദച്ചുവിനുള്ളത് അവിടെ കിടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് ആരുമോള് കൂടി വരുമ്പോൾ അത് അവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതല്ലേ? പിന്നെ ദച്ചുവിനി സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവന് മറ്റൊരാളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആയുഷ് സാറിൻ്റെ റോൾ എന്താ? പ്രതാപും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ? എങ്കിൽ ഞാൻ പറയുന്നത് അങ്കിൾ ചെവി കൂർപ്പിച്ച് കേട്ടോ. സച്ചു ഒന്നും നിങ്ങളുടെ പേരിൽ ഇപ്പോൾ എഴുതി തരില്ല. അത് വിറ്റൊരു കടവും ആരും തീർക്കണ്ട. ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ? അപ്പോൾ പിന്നെ ആ കടം തീർക്കാൻ പ്രതാപങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്. കടം ഒരു രീതിയിലും തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ കമ്പനിയുടെ ഒരു ഷെയർ വിൽക്കണം. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു മാറ്റവുമില്ല. നിങ്ങളുടെ ഒന്നും സച്ചുവിന് വേണ്ട.
അവൾക്ക് വേണ്ടതെല്ലാം നേടിക്കൊടുക്കാൻ ഞാനുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ദച്ചുചേട്ടന് കൂടി അവകാശപ്പെട്ടത് നശിപ്പിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ദച്ചുചേട്ടൻ്റെ പേരിലുള്ളതിൽ കൈ കടത്താത്തതിൻ്റെ കാരണം ആരുവാണെന്ന് എനിക്ക് നന്നായി അറിയാം. സ്വന്തം മോളെയൊന്നും ഇല്ലാത്ത വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. പിന്നെ മറ്റൊരു കല്യാണം നോക്കാമെന്ന് വെച്ചാൽ പിന്നെ സ്വന്തം അനിയത്തി ജീവനോടെ കാണില്ല എന്ന് മറ്റാരെക്കാളും നന്നായി ആഴ്സാറിനറിയാം. ഇന്നിവിടെ നടന്ന ഈ ഡ്രാമ എന്തായാലും വളരെ നന്നായി. പിന്നെ ആഴ്സാറിൻ്റെ അമ്മ, ആൻറ്റി, എൻ്റെ ബുദ്ധി ആൻറ്റിയെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ദിവസം വരും. ഒരു ഉറപ്പ് തരാം ഞാൻ, എന്തായാലും ഒരുപാട് നാളെടുക്കില്ല. പിന്നെ സച്ചുവിനെ വീട്ടിലിട്ട് കഷ്ടപ്പെടുത്തിയെന്ന് സ്വന്തം ഭാര്യയെ അടിമയെ പോലെ കാണണമെന്ന് ആൻറ്റി ചിലപ്പോൾ ആൻറ്റിയുടെ മോനും ട്രെയിനിങ് കൊടുത്തു കാണും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഭാര്യ എന്ന നല്ല ഭാര്യയാണ്, സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാകേണ്ടവൾ. ഈ സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ എന്തിനും എന്നും മറ്റാരേക്കാളും അവകാശം ഇവൾക്കാണ്. ഇവൾ എൻ്റെ അടിമയല്ല, എൻ്റെ റാണിയാണ്. അതുകൊണ്ട് വെറുതെ ഇതുപോലെയുള്ള ഡയലോഗ് കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. പലപ്പോഴും കൈ ധരിച്ചിട്ടും ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രായമോർത്ത് മാത്രമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമെന്നല്ല. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ഞാൻ അറിഞ്ഞു. സച്ചു എനിക്കും എൻ്റെ അനിയനും. ബാക്കി പറയാതെ അവനൊന്ന് നിർത്തിയപ്പോൾ അത് കേട്ട് സച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിച്ചുവിനും അത് പുതിയൊരറിവായിരുന്നു. കോളേജിൽ വെച്ച് കുട്ടികൾ പലതും പറയുമെങ്കിലും ഇത്രയും അവൻ വിചാരിച്ചില്ല. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് സച്ചു നിങ്ങളോട് ചെയ്തത്? സ്വന്തം മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവളുടെ ഭാവി വരൻ്റെ പെങ്ങളെ കുടുംബത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു. ലജ്ജ തോന്നുന്നു നിങ്ങളോട്. തെരുവിൽ കിടക്കുന്നവർക്ക് വരെ കാണും നിങ്ങളെക്കാൾ കൂടുതൽ വിവരം. ഒരു സംശയം ചോദിക്കട്ടെ, പണ്ട് നിങ്ങളെയും കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു കൂട്ടുകുടുംബത്തിലേക്കല്ലേ? എന്താ അവിടെ നിങ്ങൾ ഭർത്താവിൻ്റെ അനിയനുമായി? സിദ്ധു ബാക്കി പറയാൻ പോകുന്നതിന് മുൻപ് സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട കണ്ണേട്ട, നമുക്ക് പോകാം, ഇനിയൊരു വഴക്ക് വേണ്ട. പക്ഷെ സിദ്ധു ബാക്കി പറഞ്ഞ് സച്ചുവിനെ ചേർത്ത് പിടിച്ചാണ്. ഇവളെൻ്റെ ഭാര്യയാണ്, എൻ്റെ പെണ്ണ്. ഇവളുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം അവകാശം ഞാൻ മാത്രമാണ്. എൻ്റെ ഭാര്യ എന്താണെന്ന് എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ വളർത്തിയ എൻ്റെ അനിയനെ എനിക്കറിയാം. മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നു എന്നത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇനി നിങ്ങൾ മോശമായൊരു വാക്ക് പറഞ്ഞ പിന്നെ നിങ്ങൾ തന്നെ എൻ്റെ മുന്നിൽ വരും. സിദ്ധു ആഴ്സാറിനെ പോലെ വെറുതെ ഡയലോഗ് പറയാറില്ല, പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് പതിവ്. പിന്നെ ഇവിടെ ഇത്രയും നാളെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ നടന്നത് സച്ചുവിനെ ഓർത്തു മാത്രമാണ്. അവൾക്ക് വിഷമമാകണ്ടായി എന്ന് കരുതി. ഇനി എന്തായാലും അത് കാണില്ല. പിന്നെ സച്ചുവിൻ്റെ അമ്മ, സ്വന്തം മോളെ, ഓ സോറി, സ്വന്തം ചോരയല്ലല്ലോ, അതല്ല ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. സ്വന്തം മോളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ആദ്യം അതിന് പ്രതികരിച്ചേനെ. എന്തായാലും എല്ലാവരും കൊള്ളാം. സോറി ദച്ചു ചേട്ടാ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മിണ്ടാതിരിക്കാൻ നോക്കി. പിന്നെ ഇവർക്കൊക്കെ എന്നെ കൊണ്ട് രണ്ട് പറയിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടാത്തതുപോലെയാണ്. എന്തായാലും സച്ചു ഒന്നിലും ഒപ്പിടില്ല. അത് എൻ്റെ തീരുമാനമാണ്. അത് വിൽക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്ക്. ഞങ്ങൾ ഇറങ്ങുക. തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ സച്ചു ഓക്കെ ആയിരുന്നു എങ്കിലും വിച്ചുവിൻ്റെ സൈലൻസ് അവൻ്റെ ഉള്ളിൽ എന്തായെന്ന പറയാതെ പറഞ്ഞു കൊടുത്തു അവർക്ക്. അത് മനസ്സിലാക്കിയെന്ന പോലെ സച്ചു സിദ്ധുവിൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ണു ചിമ്മി കാണിച്ചവൻ. എന്താ വിച്ചുട്ടാ നീ ഇത്ര സൈലന്റ്? സാധാരണ വണ്ടി തിരിച്ചു വെക്കുന്നതാണല്ലോ. എനിക്കൊരു മൂടില്ല കണ്ണാപ്പി. എന്നെ അനൂപിൻ്റെ വീട്ടിലേക്ക് വിട്ടാൽ മതി, വൈകിട്ട് തിരിച്ചു വരാം. എന്തിനാ നീ ഇപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ പോകുന്നത്? സാധാരണ നമ്മൾ സൺഡേ ഔട്ടിങ്ങിന് പോകുന്നതല്ലേ? നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് നിനക്ക് സൂര്യയുടെ പുതിയ സിനിമ ഇറങ്ങി, അത് കാണാൻ പോകണമെന്ന്? അത് ഞാൻ ഇന്നലെയല്ലേ പറഞ്ഞത്. ഇന്നെനിക്കൊരു മൂടില്ല, നിങ്ങൾ പോയി വാ. ആരോ പറഞ്ഞത് കേട്ട് ഉപേക്ഷിക്കാനുള്ള ബന്ധം മാത്രം വൈച്ചുവിന് അവൻ്റെ അമ്മാളുമായിട്ടുള്ളത് എങ്കിൽ നിർബന്ധിക്കാൻ നിൽക്കേണ്ട കണ്ണേട്ട. അവൻ എവിടെയാണെന്ന് വെച്ചാൽ പോകട്ടെ, എനിക്കെവിടെയും പോകണ്ട. നിങ്ങൾ രണ്ടും ഇങ്ങനെ തുടങ്ങിയാലേ ഞാനെന്ത് ചെയ്യും? വിച്ചു ഇപ്പത്ര സെൻഡിയാകാൻ അവിടെ എന്താ നടന്നത്? ബി കൂൾ മാൻ. ആരും ഒന്നിൻ്റെയും ഇടയിലല്ല കണ്ണേട്ട. അവരുടെ വാക്ക് കേട്ട് എന്നോട് മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ വൈച്ചുവിന് അത്രയേ ഉള്ളൂ എന്നല്ലേ? അമ്മാളു എന്ന് പറഞ്ഞു നടന്ന ആള് ഇതുവരെ എന്നോടൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞാൽ തീരാവുന്ന ബന്ധമാണ് വൈച്ചുവൻ എന്നോട്. ഞാനിന്ന് എവിടെയും വരുന്നില്ല കണ്ണേട്ട, നല്ല തലവേദന, വീട്ടിൽ പോകാം. വീട്ടിലെത്തിയിട്ടും രണ്ടും ശീതസമരത്തിലായി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സിദ്ധുവും. രാത്രിയിൽ ആഹാരം കഴിക്കുന്ന സമയം വിച്ചു സച്ചിയോടൊന്നും സംസാരിച്ചില്ല. അത് അവൾക്ക് എത്ര വിഷമമായി എന്ന് ആ കലങ്ങിയ കണ്ണുകൾ കൊണ്ട് തന്നെ സിദ്ധുവിന് മനസ്സിലായി. എങ്കിലും അവനായി ഒന്നും പറയാൻ നിന്നില്ല.
രണ്ടുപേരും തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്ന് വിചാരിച്ചു. കിടക്കാൻ മുറിയിലേക്ക് ചെന്ന സിദ്ധു കാണുന്നത് നിശബ്ദമായി കരയുന്ന സച്ചുവിനെയാണ്. അത് കണ്ടതും പതിയെ ബെഡിലിരുന്ന് സിദ്ധു അവളെ നെഞ്ചോട് ചേർത്തു. രാവിലെ മുതൽ ഈ കണ്ണ് നിറയാൻ തുടങ്ങിയതല്ലേ പെണ്ണെ, ഇത്രയും മതി, ഇനി കരയല്ലേ പ്ലീസ്. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ എനിക്കെന്തോ പോലെ സഹിക്കുന്നില്ല സച്ചു. വിച്ചുവിന് നാളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഒന്നും വേണ്ട കണ്ണേട്ട, എപ്പോഴും എൻ്റെ പുറകിൽ നടക്കുന്ന ചെക്കൻ ഇന്നൊന്നും സംസാരിക്കാതെ ഇരുന്നപ്പോൾ എന്തോ സഹിച്ചില്ല. അവൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് ഞാൻ അവൻ്റെ ഏട്ടത്തിയമ്മയാണെന്ന്. ഏട്ടത്തിയമ്മ അമ്മയ്ക്ക് തുല്യമല്ലേ? അവൻ അവൻ്റെ അമ്മയോട് ഇങ്ങനെ മിണ്ടാതിരിക്കുവോ? അവർ പറഞ്ഞതിലൊരു കാര്യവുമില്ലെന്ന് അവനും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എന്താ വൈച്ചു ഇങ്ങനെ നടക്കുന്നത്? എത്ര നാളായി അവൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്നോട് ഇങ്ങനെ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല കണ്ണേട്ട. എനിക്ക് അവൻ്റെ ഈ മൗനം സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറ കണ്ണേട്ട, എന്നോട് ദേഷ്യപ്പെടാനെങ്കിലും ഒന്ന് സംസാരിക്കാൻ. ഇതും പറഞ്ഞ് തന്നെ ചുറ്റുവരിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന പെണ്ണിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ അവൻ കുഴഞ്ഞു. കണ്ണേട്ടൻ്റെ സച്ചുവല്ലേ, ഇങ്ങനെ കരയല്ലേ, നാളെയുള്ള പ്രശ്നം സോൾവ് ആക്കാം. നിന്റെ ഏട്ടനല്ലേ പറയുന്നത്, ഉറങ്ങിക്കോ. ഇതും പറഞ്ഞ് സച്ചുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ സിദ്ധുവിൻ്റെ ചിന്ത മുഴുവനും വിച്ചുവിനെ കുറിച്ചായിരുന്നു. സച്ചു അവന് ജീവനാണ്, ഏതു നേരവും അമ്മാളു എന്ന് പറഞ്ഞ് നടക്കുമെന്നവൻ. ആ ചെക്കനാണ് ഇന്നാദ്യമായി അവളോട് ഇങ്ങനെ. പലപ്പോഴും അടിയിട്ട് താൻ മിണ്ടാതിരിക്കുമ്പോൾ പോലും സച്ചു ഇങ്ങനെ വിഷമിച്ചിട്ടില്ല എന്നവൻ ഓർത്തു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് വിച്ചു നോക്കിയപ്പോൾ കാണുന്നത് സിദ്ധു അകത്തേക്ക് കയറി വരുന്നതാണ്. അവനെ കണ്ടപ്പോൾ തന്നെ വിച്ചു ചെവിയിലിരുന്ന ഇയർഫോൺ മാറ്റിവെച്ചു. എന്താ ഏട്ടാ ഈ സമയത്ത്, ഉറങ്ങിയില്ലേ? ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കൊട്ടും അറിയില്ല വിച്ചു? അതോ നീ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നതാണോ? സിദ്ധുവിൻ്റെ ചോദ്യത്തിൽ ശരിക്കും എന്ത് പറയണമെന്നറിയാതെ വിച്ചു താഴെ നോക്കി നിന്നു. നിന്നോടാണ് വിച്ചു ഞാൻ ചോദിക്കുന്നത്. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കണം എന്നുള്ള കാര്യം നിനക്കറിയില്ല എന്നുണ്ടോ? അതോ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ നിന്റെ തല കുനിയാൻ? പറയടാ. പതിവില്ലാതെ സിദ്ധുവിൻ്റെ ശബ്ദമുയർന്ന് വിച്ചു ഞെട്ടി സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ തന്നെ സിദ്ധുവിന് മനസ്സിലാക്കി കൊടുത്തു വിച്ചു അനുഭവിക്കുന്ന മാനസിക സംഘർഷം. എന്താ മോനെ നിനക്ക് പറ്റിയത്? എന്തിനാ നീ സച്ചുവിനോട് മിണ്ടാതെ നടക്കുന്നത്? ആ പാവത്തിന് അത് എത്ര സങ്കടമായെന്ന് അറിയുമോ? ഞാൻ പെട്ടെന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ പോലെയായി ചേട്ടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ കോളേജിലുള്ളവർ പറയുന്നത്. ഞാൻ കാരണം അമ്മാളുവിന് ചീത്തപ്പേര് ചേട്ടനും. വിച്ചു വിച്ചു, നീ ചേട്ടൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ആ, എനിക്കെന്ത് ചീത്തപ്പേരെന്നാണ് നീ പറയുന്നത്? നമ്മുടെ വീട്ടിൽ വേറെ സ്ത്രീകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർ പറയുന്നതല്ലേ ഇതൊക്കെ. നിനക്കും എനിക്കും സച്ചുവിനും അറിയാം നമ്മൾ തമ്മിൽ എന്താണെന്ന്. ബാക്കിയുള്ളതൊക്കെ നോക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ നാട്ടുകാരല്ലല്ലോ നമ്മളെ വളർത്തിയത്. ഒരു പ്രായം വരെ നിനക്ക് ഞാനും എനിക്ക് നീയും ഉള്ളായിരുന്നു. ഇപ്പോൾ ആ 2 എന്നുള്ളത് 3 ആയി, അത്ര തന്നെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ചേട്ടൻ്റെ ഭാര്യ, അവൾ പ്രായം കൊണ്ട് നിനക്ക് അനിയത്തിയായിരിക്കും. പക്ഷേ നിന്റെ അമ്മയുടെ സ്ഥാനമാണിപ്പോൾ. അമ്മയോട് സ്നേഹമുള്ളൊരു മക്കളും സ്വന്തം അമ്മയെ തള്ളി പറയില്ല, ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കും. ഇന്ന് സച്ചുവിന് എന്തിനും ഞാനുണ്ട്. പക്ഷേ ഒരു സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റിയ നീ വേണം അവൾക്ക് ധൈര്യം കൊടുക്കാൻ. അപ്പോഴും നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും തുടങ്ങിയ ചിന്തകൾ വരരുത്. എനിക്കെന്തെങ്കിലും പറ്റിയാലും അവൾക്ക് അവിടെ ദിക്കുട്ടൻ കാണും. പക്ഷേ ആരും അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ദച്ചു ചേട്ടൻ അവളെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒരു ചേട്ടൻ്റെ കുഞ്ഞിപ്പെങ്ങളായിരുന്നു അവൾ. ചേട്ടനായിരുന്നു അവളുടെ ലോകം. അങ്ങനെയുള്ള ജീവിതം എന്തെന്ന് പോലും അറിയാത്തൊരു പൊട്ടിയാണ് നിന്റെ ഏട്ടത്തി. അതുകൊണ്ടാണ് ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്. ഇന്ന് അവൾ ഒരു ഭാര്യയാണ്, ഒരു കുടുംബം നന്നായി തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. നീ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അനിയനൊക്കെയാണ്. ഇതുവരെ നിന്നോട് സംസാരിക്കാതെ ഒരു ദിവസമുണ്ടോ അവൾ? അപ്പോൾ പെട്ടെന്ന് നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ആ പാവത്തിനത് സങ്കടമാകും എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് തന്നെ രാവിലെ മുതൽ കണ്ണു നിറച്ച് നടക്കുന്നതല്ലേ. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപും കഴിഞ്ഞു ഒരു കരച്ചിൽ. അതുകൊണ്ട് എൻ്റെ വിച്ചൂട്ടൻ നല്ല മോനായി രാവിലെ തന്നെ സച്ചുവിനോട് സംസാരിക്കണം, കേട്ടല്ലോ? മറ്റുള്ളവർ പറയുന്നത് കേട്ടിങ്ങനെ സാഡായി ഇരിക്കരുത്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, അത് മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. സമയം ഒരുപാടായി, നീ കിടന്നു. കുറച്ച് പെൻഡിങ് മെയിൽസൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. കിച്ചു ചേട്ടൻ അയക്കാനുള്ളതാ. ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ആ മനുഷ്യൻ എന്നെ കൊല്ലും. കണ്ണാപ്പി, എന്താടാ? നമുക്ക് അമ്മാളുവിനെ ആദി ചേച്ചിയുടെ അടുത്ത് സ്പെഷ്യൽ ക്ലാസ്സിന് വിട്ടാലോ?
എങ്ങനെ സ്ട്രോങ് ഗേൾ ആക്കണം. അമ്മാളൊരു തട്ടാവാടിയാണ്. പക്ഷേ ആദി ചേച്ചിയെ കണ്ടിട്ടില്ലേ, കിച്ചു ചേട്ടൻ്റെ അയൺ ലേഡി. അതുപോലെ എൻ്റെ കണ്ണാപ്പിനെ വലിയ ബിസിനസ്മാനാകുമ്പോൾ സപ്പോർട്ടിന് അമ്മാളുവിനെ ഇപ്പോഴേ നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടേ? എന്തിന്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മോനെ. നിന്റെ അമ്മാള് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത്. ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴുള്ള അവളുടെ ഒരു തലോടൽ, കോഫി, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അടുത്ത് വന്നിരിക്കുക, അവളുടെ കലപില സംസാരം. കിച്ചു ചേട്ടന് ആദി ചേച്ചി അയൺ ലേഡി ആണെങ്കിൽ സച്ചു എൻ്റെ ബാർബി ഡോളാണ്. രാവിലെ അടുക്കളയിൽ സച്ചു പാത്രങ്ങളോട് ദേഷ്യം തീർക്കുമ്പോഴാണ് വിച്ചു അകത്തേക്ക് വന്നത്. അമ്മാളു, എൻ്റെ ബൂസ്റ്റ് ചോദിച്ച് അടുക്കളയിൽ കയറി വിച്ചു കാണുന്നത് തൻ്റെ നേരെ പറന്നു വരുന്ന ഓരോ പാത്രങ്ങളാണ്. എന്തിനാ ഇപ്പോൾ വരുന്നേ? പോയി റൂമിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ അനൂപിൻ്റെ വീട്ടിൽ പോ. അപ്പോൾ എന്നെ കാണണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ എന്നോട് പിണങ്ങുന്നവർ ഇനി അമ്മാളു എന്ന് വിളിക്കണ്ട. ഞാൻ ആരുടെയും അമ്മാളു അല്ല. നീ അതിന് എൻ്റെ മാത്രം അമ്മാളു അല്ലേ ഏട്ടത്തിയമ്മേ? ഇങ്ങനെ പിണങ്ങല്ലേ. പെട്ടെന്ന് എനിക്ക് വിഷമം വന്നിട്ടല്ലേ. ഇപ്പോൾ എൻ്റെ വിഷമമൊക്കെ മാറിയല്ലോ. എന്നോട് സംസാരിക്കാതിരുന്ന ഞാനിന്ന് ഫുഡ് മുഴുവൻ തീർക്കും. പിന്നെ ആ കിളവിക്കുള്ളത് ഞാൻ എന്തായാലും കൊടുക്കും. അവർ പാർലറിൽ പോകുമ്പോൾ കാറിൻ്റെ ടയറിൻ്റെ കാറ്റൂരി വിട്ടെങ്കിലും അവർ കാരണമല്ലേ എനിക്ക് സാഡായതും എൻ്റെ അമ്മാള് കുറേ കരഞ്ഞതും. ഐ എം സോറി ഏട്ടത്തി, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. രണ്ട് ചെവിയിലും പിടിച്ചു വിച്ചു പറഞ്ഞതും പിന്നെയും പിണങ്ങിയിരിക്കാൻ അവൾക്ക് പറ്റിയില്ല. രണ്ടുപേരും കൂടി അടിയും വഴക്കുമൊക്കെയായി ബാക്കി ജോലികൾ കൂടി ചെയ്തു തീർത്തു. താഴേക്ക് വന്ന് സിദ്ധു കാണുന്നത് കളിയും തമാശയും എല്ലാമായി ജോലികൾ ചെയ്യുന്ന വിച്ചുവിനെയും സച്ചുവിനെയുമാണ്. അടുക്കളയിലേക്ക് കയറാതെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ച ജിമ്മിലേക്ക് പോകാൻ പോയത് പുറകിൽ നിന്ന് വിളി വന്നു. കോഫി ടേബിളിൽ വെച്ചിട്ടുണ്ട് കണ്ണേട്ടാ, കുടിച്ചിട്ട് പോ. അത് കേട്ടതും അറിയാതെ അവൻ ചിരിച്ചുപോയി. ഈ പെണ്ണ്. സിദ്ധുവിനെ കാത്ത് ഹാളിൽ സച്ചുവും അവളുടെ മടിയിൽ തലവെച്ച് വിച്ചുവും കിടന്നു. എനിക്ക് മനസ്സിനാകെ എന്തോ പോലെ വഹിച്ചു. നീ ഒന്ന് കണ്ണേട്ടിനെ വിളിച്ചു നോക്കിയേ. ഇങ്ങനെ ടെൻഷൻ ആകേണ്ട അമ്മാളൂ. കണ്ണാപ്പി ചിലപ്പോൾ കിച്ചു ചേട്ടനെ കാണാൻ പോയി കാണും. എന്നോട് പറഞ്ഞായിരുന്നു എന്തോ വർക്കുണ്ടെന്ന്. കണ്ണേട്ടൻ ഇങ്ങനെ താമസിക്കാറില്ലല്ലോ. നമ്മളെ ഒറ്റയ്ക്ക് ഇരുത്തുന്നത് ഏറ്റവും പേടി ഏട്ടന് തന്നെയല്ലേ? അത്യാവശ്യമായിരിക്കും അമ്മാളൂ, അല്ലെങ്കിൽ ലേറ്റ് ആകില്ലല്ലോ. രാത്രി ഒരുപാടായിട്ടും സിദ്ധു വീട്ടിൽ വന്നില്ല. വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ഓഫ്. എനിക്ക് നല്ല പേടിയാകുന്നു വഹിച്ചു കണ്ണേട്ടൻ. ബാക്കി പറയാതെ സാക്ഷി നിന്ന് വിതുമ്പി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് വിച്ചു പെട്ടെന്നാണ് കിച്ചുവിനെ വിളിച്ചത്. വിളിച്ചപ്പോൾ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല. പിന്നെ ഒന്നും ആലോചിക്കാതെ ദീക്ഷിത്തിനെ വിളിച്ച് വീട്ടിൽ വരാൻ പറഞ്ഞു. അത്യാവശ്യമാണെന്നും. ദീക്ഷിത്ത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടും സച്ചുവിൻ്റെ കരച്ചിൽ കൂടുന്നതല്ലാതെ കുറഞ്ഞില്ല. എൻ്റെ കണ്ണേട്ടൻ ഇങ്ങനെ താമസിക്കാറില്ല ചേട്ടായി. എനിക്കത് പേടിയാകുന്നു. ഒരുപാട് വിഷമം വരുമ്പോൾ മാത്രമാണ് സച്ചു ദീക്ഷിത്തിനെ ചേട്ടായി എന്ന് വിളിക്കുന്നത്. ദീക്ഷിത്ത് സിദ്ധുവിനെ എന്തെങ്കിലും അത്യാവശ്യം വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം വിച്ചുവും കരച്ചിലായി. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ദച്ചുവേട്ട. സച്ചുവിനെ ചേർത്ത് പിടിച്ച് വിച്ചു പറഞ്ഞതും ദീക്ഷിത്താകെ വല്ലാതെയായി. ഒരു നേരം അവനെ കാണാതിരുന്നപ്പോഴുള്ള അവസ്ഥ ഇതാണെങ്കിൽ സിദ്ധുവിനെന്തെങ്കിലും പറ്റിയാൽ